ഒരു രോഗമാണ് പ്രമേഹം. അല്ലാത്ത ആളുകളിലും പ്രമേഹം ഉണ്ടാകാറുണ്ട്. ഈ പ്രമേഹ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? എന്താണ്? തിങ്ക് ഈസ് പ്രമേഹം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരു ഡിസീസാണ്, ജസ്റ്റ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ. പല സമയത്തും നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. നമ്മളിപ്പോൾ പ്രമേഹത്തിന്റെ രോഗങ്ങൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് പ്രമേഹം. പല ടൈപ്പും പല രീതിയിലാണ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയബറ്റിസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട്, നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിസ്. അതാണ് എല്ലാവർക്കും കോമൺലി അറിയാവുന്ന 2 ടൈപ്പ് ഡയബറ്റിസ്. വേറെ ടൈപ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ അത്രയും ബോധമില്ല, കാരണം അതൊക്കെ ഇച്ചിരി റെയർ ഫോംസ് ആണത്. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും യങ് ഓൺസെറ്റ് ഡയബറ്റിസ്. നോർമലി നമ്മൾ കാണുവാണ് ഏതെങ്കിലും പിള്ളേർ ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് പറയുക ഞാൻ ഡയബറ്റിക് ആണ്, ഞാൻ എൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, 99% ഓഫ് ടൈം അത് ടൈപ്പ് 1 ഡയബറ്റിസ് ആയിരിക്കും. ഈ ടൈപ്പ് 1 ഡയബറ്റിസ് ആൾക്കാർക്ക് നമുക്ക് നോർമലി യൂഷ്വലി അവർക്ക് ഒരു സിംറ്റവും കാണിക്കാറില്ല. ഡയബറ്റിസ് അൺലെസ് കോംപ്ലിക്കേഷൻസിലോട്ട് പോയിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് യൂഷ്വലി ഒരു സിംറ്റവും പുറത്ത് നമ്മൾ കാണൂല. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിസ് യൂഷ്വലി ഒരു ഇൻസിഡൻഷ്യലായിരിക്കും. എന്ത് പറ്റും എന്ന് വെച്ചാൽ ടൈപ്പ് 1 ഡയബറ്റിസ് ഇപ്പോൾ കുട്ടികളിൽ ഡയബറ്റിസ് ആദ്യം ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും നോർമലി കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ എന്താണ് ഈ കോംപ്ലിക്കേഷൻ നമ്മൾ യൂഷ്വലി കാണുന്നത്? DKA എന്ന് പറയും, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. അതൊരു വെരി ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താ പിള്ളേർക്ക് എപ്പോഴും ഷുഗറി കാര്യങ്ങളോട്, ഷുഗർ കണ്ടെയ്നിങ് ഫുഡിനോടൊക്കെ എപ്പോഴും അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ അവർ എടുക്കുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് ഷുഗർ വല്ലാതെ കൂടിയിട്ട് ബോഡിയിലെ ചില മെറ്റബോളിക് പാരാമീറ്റേഴ്സിലെല്ലാം കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് ശ്വാസമുട്ടൽ വരിക, പെട്ടെന്ന് ബോധാവസ്ഥയിൽ വ്യത്യാസം വരിക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പ്രസൻറ്റേഷൻ കാണുക. അപ്പോൾ ഇത് പേരൻസിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ അവർ ഈ കുട്ടികളെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. കാരണം നമ്മൾ നോർമലി നോക്കുവാണെങ്കിൽ നമ്മൾ ഷുഗർ ഉള്ള ഒരു പേഷ്യൻ്റ്, നമ്മളിപ്പോൾ ഒരു കുട്ടികളെ നമ്മൾ ഒരിക്കലും നമ്മൾ ഷുഗർ റെഗുലർലി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു കോംപ്ലിക്കേഷനെ പ്രസൻറ്റ് ചെയ്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കായിരിക്കും അങ്ങനത്തെ ഒരു ഡയഗ്നോസിസ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റിസ്, അതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ആൾക്കാർ ഇച്ചിരി ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത്. ടൈപ്പ് 2 ഡയബറ്റിസിൽ ഇതുപോലെ തന്നെ അവർ കംപ്ലീറ്റ്ലി ഒരു ഏസിംപ്റ്റമാറ്റിക് ടൈപ്പ് ഓഫ് ഒരു പ്രോഗ്രഷനായിരിക്കും അവർ കാണിക്കുന്നത്. അതൊരു ഇൻസിഡൻഷ്യൽ ഫൈൻഡിങ് തന്നെയായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ആൾക്കാരിൽ നമുക്ക് ഡൗട്ട് തോന്നും, ഇവർക്ക് ചിലപ്പോൾ ഡയബറ്റിസ് വരും. അന്നേരത്തേക്കും അത് ഭയങ്കര അൺകൺട്രോൾഡ് ആകുമ്പോഴത്തേക്കും അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ലക്ഷണങ്ങൾ വൺ തിങ്സ് ദേ സ്റ്റാർട്ട് കംപ്ലൈനിങ് വെയിറ്റ് ലോസ്. ഭയങ്കരമായിട്ട് വെയിറ്റ് കുറവ്, അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അൺഎക്സ്പ്ലെയിൻ വെയിറ്റ് ലോസ്. പിന്നെ ഉള്ളത് ഭയങ്കരമായിട്ട് അവർക്ക് ദാഹം, എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കുക, എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക. എന്ന് പറഞ്ഞാൽ ഇവർ രാത്രി പോലും എണീറ്റ് മേ ബി ഒരു 5, 6, മേ ബി ഈവൻ 10 ടൈംസ് പോലും അവർ യൂറിൻ പാസ് ചെയ്യും. ഭയങ്കരമായിട്ട് വിശക്കുക കുറേ നേരം. നോർമലി ഒക്കെ നേരത്തെ മേ ബി ഒരു മാസം മുമ്പ് ആൾ മേ ബി ഒരു ദിവസത്തിൽ 4-5 പ്രാവശ്യം കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം മേ ബി അത്രയും കഴിച്ചു കഴിഞ്ഞാലും മേ ബി ഒരു 10 ടൈംസ് കഴിച്ചു കഴിഞ്ഞാൽ പോലും ആളുടെ ഹങ്കർ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ചില സിംറ്റംസ് കാണുമ്പോഴത്തേക്കും അത് ഷുഗേഴ്സ് അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന ചില സിംറ്റംസ് ആണ്. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഷുഗർ ബൈ സിംറ്റം നമുക്ക് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു വെരി സൈലൻറ്റ് ഡിസീസ് ആയിരിക്കും. ആൾക്കാർക്ക് ഒരു പ്രശ്നവും കാണില്ല. ഐദർ അവരൊരു റെഗുലർ ഫോളോ അപ്പിന് വരണം, റെഗുലർ ഫോളോ അപ്പിന് വന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് എന്തെങ്കിലും പ്രസൻറ്റേഷൻ ആയിട്ട് വരുമ്പോഴേ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. ഇപ്പോൾ ഷുഗറിൻ്റെ ടെസ്റ്റുകൾ ആഹാരം കഴിച്ചതിന് ശേഷവും മുമ്പും എടുക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ? അതെ, അതാണൊരു വെരി കോമൺ ക്വസ്റ്റ്യനും വെരി ഡിഫിക്കൾട്ട് പേഷ്യൻസിനെ യൂഷ്വലി കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം എല്ലാവർക്കും ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, ആൾക്കാർക്ക് പറ്റുമെങ്കിൽ ഒരു ടെസ്റ്റിൽ തന്നെ എല്ലാവർക്കും ഒന്ന് ഒതുക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഫാസ്റ്റിംഗ് ഷുഗേഴ്സ് ആയിരിക്കും കൺട്രോൾഡ്. ചില ആൾക്കാർക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗേഴ്സിന് നമ്മൾ പറയുന്നതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതായിരിക്കും കൺട്രോൾഡ്, അല്ലെങ്കിൽ അതായിരിക്കും അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരും ഫാസ്റ്റിംഗ് മാത്രമായിട്ട് വരുന്നു, അപ്പം നമ്മൾ കാണുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗേഴ്സ് വെരി നോർമൽ. അപ്പം നമ്മൾ തിങ്ക് ചെയ്യും ഓക്കെ ആ പേഷ്യൻ്റ് അപ്പോൾ ഈ മരുന്നുകൾ തന്നെ മതി, നമ്മൾ ഈ മരുന്നുകൾ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഷുഗർ നല്ല കൺട്രോളാണ്. പക്ഷേ ആക്ച്വലി അവർ മേ ബി ഒരു പോസ്റ്റ് പ്രാൻഡിയൽ ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ അത് മേ ബി 300-400 ആയിരിക്കും അത് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന ഷുഗർ നമ്മൾ മിസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്കൊരു ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയലും എപ്പോഴും അത്യാവശ്യമാണ്, എസ്പെഷ്യലി ഒരു ഗുഡ് ഡ്രഗ് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഷുഗേഴ്സ് കൺട്രോളിൽ നമ്മൾ വെച്ചില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ ഫാസ്റ്റിംഗ് കൺട്രോൾ, പോസ്റ്റ് പ്രാൻഡിയൽ അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്നു.
അങ്ങനെ വരുമ്പോഴത്തേക്കും ബേസിക്കലി ബോഡിയുടെ ഷുഗർ ലെവൽസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ഇൻ ജനറൽ അത് അൺകൺട്രോൾഡ് ആണ്. ജസ്റ്റ് ഫാസ്റ്റിംഗ് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഷുഗർ കൺട്രോളിലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എത്ര കാലം ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുമോ അത്രയും കാലം നമ്മുടെ പല ഓർഗൻസിനും പല അവയവങ്ങൾക്കും എല്ലാം ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഡാമേജ് എല്ലാം ഇറിവേഴ്സിബിൾ, നമുക്ക് തിരിച്ച് നോർമലിലോട്ട് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഒരു നല്ല ഷുഗർ കൺട്രോൾ വേണമെങ്കിൽ നമുക്ക് ഈ 2 വാല്യൂം വേണം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ, എന്നാലേ നമുക്ക് മരുന്നുകളിൽ വേണ്ട രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ കൂടുന്നത് വലിയ പ്രശ്നമാവുന്നു? ബ്ലഡിന്റെ ഷുഗർ ലെവൽ കൂടുന്നത് ഇപ്പം നമ്മൾ നോക്കേണ്ടത് ഏത് റെസ്പെക്റ്റിലാണ്. ഓക്കെ, എത്രത്തോളം ഷുഗർ ലെവൽ കൂടുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഒരു 200, ചിലപ്പോൾ 300 ഷുഗർ, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവർ വരും. ഷുഗർ ഭയങ്കര അധികം കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്? കാരണം അവർ യൂഷ്വലി ഇപ്പോൾ പല ആൾക്കാരും വരും മേ ബി ഒരു 400 ഷുഗർ ആയിട്ട് വന്നിട്ട് അവർ പറയും ഡോക്ടർ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ പക്ഷെ നമുക്ക് കാണുമ്പോഴത്തേക്കും അതൊരു പേടിയായിരിക്കും, ഇത്രയും ഹൈ ഷുഗർ ആയിട്ട് ഈ പേഷ്യൻ്റ് ഇരിക്കുന്നല്ലോ എന്ന്. അപ്പം ആൾക്കാർ റിയലൈസ് ചെയ്യേണ്ടത് ഇത്രയും ഹൈ ഷുഗർ ആയിട്ട് നിന്നാൽ ചിലപ്പോൾ ഫിറ്റ്സ് പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷുഗർ കൺട്രോൾ ആവാതെ ഈ ഫിറ്റ്സ് മാറാൻ പോകുന്നില്ല. ഫിറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരും. ഫിറ്റ്സ് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആൾക്കാർ മനസ്സിലാക്കും. നമ്മൾ ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ഫിറ്റ്സ് പോലെ വരുന്നത്. അന്നേരം ചിലപ്പോൾ നമ്മൾ ബാത്റൂമിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കിച്ചണിലായിരിക്കും. നമ്മൾ വീഴാനോ വേറെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കൂടും ഇതിൻ്റെ കൂട്ടിൽ. അതിൻ്റെ കൂട്ടിൽ ഫിറ്റ്സിൻ്റെ ആയ ഡാമേജും വരും. അപ്പോൾ അതാണ് ഒരു കോംപ്ലിക്കേഷൻ ആൾക്കാരിൽ. പിന്നെ ഷുഗർ കൂടി നിന്നാൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞു DK എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെറിയ പിള്ളേരിൽ യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് കാണും ഡയബറ്റിക് കീറ്റോസിഡോസിസ്. അത് വലിയ ആൾക്കാരിലും വരാം. അത് യൂഷ്വലി ICU തന്നെ ഇട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. അതൊരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ്. ചില ആൾക്കാർ ഈവൻ മരണം പോലും സംഭവിക്കും ആ കണ്ടീഷൻ നമുക്കൊരു കറക്റ്റ് ടൈമിൽ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിരുന്നു. പിന്നെ വേറൊരു കണ്ടീഷൻ HHS എന്ന് പറയുന്നത്, ഓക്കെ, ഹൈപ്പർ ഗ്ലൈസീമിക് ഹൈപ്പർ ഓസ്മോട്ടിക് നോൺ കീറ്റോട്ടിക് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലാണ് പേഷ്യൻ്റ് ബേസിക്കലി സീഷേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതും ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ്. ഇതിനും നമ്മൾ ICU കെയർ വേണ്ട രീതിയിൽ വരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ ആൾക്കാർ മേ ബി ഒരു ദിവസം അല്ലെങ്കിൽ മേ ബി ഒരു മന്തൊക്കെ അവർ 400 ഷുഗറിലിരിക്കും. അവർ ഓർക്കും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട കുഴപ്പമില്ല. പക്ഷെ ഒരു ദിവസമായിട്ട് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹൈപ്പർഗ്ലൈസീമിയ വേറൊരു മെയിൻ സിറ്റുവേഷൻ നമ്മൾ എവിടെയാണ് കൺസേൺ ആവുന്നത്? ഒരു പ്രഗ്നൻറ്റ് വുമൺ. ഇമാജിൻ ഒരു ലേഡി, ആ ലേഡി ഓൾറെഡി ഡയബറ്റിക് ആണ്, അത് കഴിഞ്ഞിട്ട് ആ ലേഡി പ്രഗ്നൻ്റ് ആവുന്നു. ഈ ഷുഗേഴ്സ് ആ കൺട്രോൾ അല്ലെങ്കിൽ കൊച്ചിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. കൊച്ചു വരുമ്പോഴത്തേക്കും കൊച്ചിന് പല മാൽഫോർമേഷൻസ് കാണും. ഓക്കെ, മേ ബി കൊച്ചിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെ ചില കാര്യങ്ങൾ വരും. കൊച്ചിന് ചിലപ്പോൾ ഹാർട്ടിൽ, ഇപ്പോൾ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാർട്ടിൽ തുളയുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. അത് ബേസിക്കലി ചില സെപ്റ്റൽ ഡിഫക്ട്സ് നമ്മൾ അറിയും. അപ്പോൾ ഇങ്ങനെ ഈ കൺട്രോൾ ഷുഗർ ഇല്ലാത്തൊരു മദർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹാർട്ടിന് ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് കൊച്ചുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതാ പ്രോബ്ലം ഇസ് വലിയ കൊച്ചുണ്ടാവുക, ഭയങ്കര സൈസ് നമ്മൾ കാണാറുണ്ട്. മേ ബി 4 കിലോ 4.5 കിലോ ഇങ്ങനെയൊക്കെ സൈസിൽ പിള്ളേരുണ്ട്. അപ്പോൾ ആൾക്കാർ പറയും ഓക്കെ നല്ല വലിയ സൈസിൽ കൊച്ചുണ്ടായി എന്താ കാണാൻ നല്ലതാണ് ഭയങ്കര ഹെൽത്തിയാണ്. അല്ല, വലിയൊരു കൊച്ചുണ്ടാവുന്നത് അതൊരു ഹെൽത്തിൻ്റെ സൈൻ ഒരിക്കലും അല്ല. ഇപ്പം ഇങ്ങനെ ഒരു വലിയ കൊച്ചുണ്ടാകുമ്പോഴത്തേക്ക് എന്താണ് പ്രോബ്ലം? കൊച്ചിൻ്റെ ബർത്തിൻ്റെ സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെയാണ് ചിലപ്പോൾ അവർക്ക് ഷോൾഡറിന് ചില ബുദ്ധിമുട്ടുകൾ വരാം, അവർക്ക് നെർവിൽ ചില പാൽസി വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിനെ നമ്മൾ പുറത്തോട്ട് എടുത്തേ പറ്റത്തുള്ളൂ ഡെലിവറിയുടെ സമയത്ത്. അപ്പോൾ അന്നേരം ചില നെർവ് ഇഞ്ചുറീസ് എല്ലാം വരും. അപ്പോൾ ഇതൊക്കെ റിക്കവർ ചെയ്യും അപ് ടു എൻ എക്സ്റ്റെൻറ്റ്, പക്ഷേ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പ്രഗ്നൻറ്റ് ഒരു ലേഡിക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൾവേസ് കൺട്രോൾ ഷുഗർ. നമ്മൾ നോർമൽ കേസിൽ എപ്പോഴാണ് ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ടത് ഒരു ഷുഗർ പേഷ്യൻ്റ്? ഓക്കെ, ഇതാണ് ആക്ച്വലി ആൾക്കാർക്ക് ഐ തിങ്ക് ഇത് അധികം അവയർനെസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഷുഗറിനെ കുറിച്ച് എല്ലാം അറിയാം, പക്ഷെ എപ്പോഴും ഡോക്ടറിനെ വിസിറ്റ് ചെയ്തെന്ന് മാത്രമേ ഷുഗറിനെ അറിയത്തില്ല. തിങ് ഇസ് ഇൻ്റർനാഷണലി ഷുഗർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജ് കട്ട് ഓഫ് ഇല്ല. നമുക്കിപ്പം ഒരു 10 ഇയർ ഓൾഡ് 10 വയസ്സുള്ള കൊച്ചിന് ഷുഗർ ടെസ്റ്റ് ചെയ്യണം, അത് നോർമലാണ്. അതാരും അന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് അത് നോർമലാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ അറിയുന്ന എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഏജ് കട്ട് ഓഫ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇപ്പം പിള്ളേരാണെങ്കിലും അഡൽട്ട് ആണെങ്കിലും നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്തത്? വൺ തിങ് ഇസ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിതമായ തടി ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഒരു ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്.
അത് നമ്മുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അങ്ങനെയാണ് നമുക്കതൊരു കാൽക്കുലേഷൻ കിട്ടുന്നത്. ആ വാല്യൂ മോർ ദാൻ 23യുടെ മേലിലാണെങ്കിൽ ഓക്കെ, ദാറ്റ് മീൻസ് പേഷ്യൻറ്റ് ഓവർ വെയിറ്റ് ആണ്. അപ്പോൾ ഒരു ഓവർ വെയിറ്റ് ആയ പേഷ്യൻറ്റ് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇനി റിസ്ക് ഫാക്ടറിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അന്നേരമാണ് പേഷ്യൻ്റ് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആക്ച്വലി പറഞ്ഞാൽ എന്താണ്? പേഷ്യൻറ്റിന് ഓൾറെഡി ഒരു ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ, പേഷ്യൻ്റ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൊച്ചിനെ കൊണ്ടുവരുവാണെങ്കിൽ കൊച്ചിൻ്റെ അമ്മ, അച്ഛൻ, കൊച്ചിൻ്റെ ചേട്ടൻ, ചേച്ചി, ഇവർക്ക് ആർക്കെങ്കിലും ഇതൊക്കെയാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഒരു ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അതാണ് ഒരു റിസ്ക് ഫാക്ടർ. ഹിസ്റ്ററി ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ് ഫാമിലിയിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം ഫാമിലിയിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ളവരും അതൊരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് കൊളസ്ട്രോൾ ലെവൽസ് കൂടുതലായിട്ടുള്ള ഒരാൾ, അതിപ്പോൾ ഒരു 18-year-old ബോയോ ഇപ്പോൾ ഒരു 20-year-old ഗേളോ എന്താണെങ്കിലും, എത്ര യങ് ആണെങ്കിലും ഓവർ വെയ്റ്റിൻ്റെ കൂടുതൽ കൊളസ്ട്രോൾ ലെവൽസ് നമ്മൾ കൂടുതലായിട്ട് കാണുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ മെയിൻലി കൺസേൺഡ് ആവുന്നത് LDL-ഉം ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ കോമ്പണൻ്റ് ആയിട്ടാണ്. ആൾക്കാർ യൂഷ്വലി നമ്മൾ കാണുന്ന OPD വരുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയിട്ട് വരും. ആക്ച്വലി നമ്മുടെ കൺസേൺ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമല്ല, നമുക്കൊരു കംപ്ലീറ്റ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാണ് ലാബുകൾ യൂഷ്വലി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഓർക്കും ഓക്കെ ഞാൻ കുറച്ച് മണി സേവ് ചെയ്യാം, ഞാൻ കൊളസ്ട്രോൾ മാത്രം നോക്കാം, അങ്ങനെ നോക്കിയാൽ പോരാ. കാരണം യൂഷ്വലി ഇതിന് ഹാർട്ടിന് റിസ്ക് ഫാക്ടറായിട്ട് വരുന്നത് കൊളസ്ട്രോൾ മാത്രമല്ല, അതിനകത്ത് LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡീറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം റിസ്ക് ഫാക്ടറാണ്. ഓവർ വെയ്റ്റ് വിത്ത് ഈ പറഞ്ഞ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ. പിന്നെ നമ്മൾ ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെയിൻലി നോക്കേണ്ടത് ആളുടെ വേസ്റ്റിൻ്റെ ചുറ്റുമുള്ള ആളുടെ വയറിൻ്റെ അവിടെയായിട്ടുള്ള വണ്ണമാണ് നമ്മൾ കൺസേൺ. അല്ലാണ്ട് ഇപ്പോൾ കയ്യിൽ വണ്ണോ കാലിൽ വണ്ണം അതിനെക്കുറിച്ചല്ല നമ്മൾ കൺസേൺ. അപ്പോൾ അങ്ങനത്തെ വണ്ണം കാണുവാണെങ്കിലാണ് നമുക്കതൊരു റിസ്ക് ഫാക്ടറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ട്, പ്ലസ് ഓവർ വെയ്റ്റ് ആണെങ്കിൽ ഏജ് കട്ട് ഓഫ് ഇല്ല, അങ്ങനത്തെ ഒരു പേഴ്സൺ അന്നേരം തന്നെ ഡോക്ടറായിട്ട് നമ്മൾ ഷുഗർ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു